കൂനിന്മേൽ കുരു പോലെ വീണ്ടും ഗ്യാസിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 933 രൂപ, 1000 രൂപ വരെ കൂട്ടിയിരിക്കുകയാണ്. ഇനി പാചകവാതകത്തിൻ്റെ ഗാർഹിക പാചകവാതകത്തിൻ്റെ വില കൂടുമെന്ന് പറയുന്നു. പെട്രോളും ഡീസലിൻ്റെ വില കൂടാനും സാധ്യതയുണ്ട്. യുദ്ധമുണ്ട്, ശരി തന്നെയാണ്. യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഹോർമോസ് കടലിടുക്ക് വഴി കൊണ്ടുവരുന്ന വാതകത്തിനൊക്കെ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിന് സുരേഷ് ഗോപി മന്ത്രി ഒരു മറുപടി പറഞ്ഞു. അത് ഒരു ദഹിക്കുന്ന മറുപടിയല്ല. നമ്മളിപ്പോൾ സാധാരണ ശരാശരി ഹോട്ടൽ നടത്തുന്ന ഒരാൾ, ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ഒരാൾ, ഒരു തട്ടുകട നടത്തുന്ന ഒരാൾ വളരെ കൃത്യമായി ഈ വാണിജ്യ ഗ്യാസ് എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെന്ന് ഇപ്പം തന്നെ വടയുടെയും ചായയുടെയും വില 10 എന്നുള്ളത് 12 രൂപ ആയിക്കഴിഞ്ഞു. എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ചപ്പാത്തി 6 രൂപ എന്നുള്ളത് 7 രൂപയും 8 രൂപയും 10 രൂപയും എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ആൾറെഡി വില കൂടിക്കഴിഞ്ഞു. ഈ മാസം 6-ാം തീയതി, മെയ് മാസം 6-ാം തീയതി ഹോട്ടൽ അടച്ചിട്ടുകൊണ്ട് സമരം നടക്കുകയാണ്. ഹോട്ടൽ വ്യവസായികൾ സമരം നടത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി വന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് നമുക്കറിയത്തില്ല. സുരേഷ് ഗോപി പറയുന്നത് അത് വളരെ കൃത്യമായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും വില പരിശോധിക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്തെ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ശ്രീലങ്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ജപ്പാൻ്റെയോ ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും വില ഒന്ന് പരിശോധിക്കൂ, നമ്മളാണ് കുറവെന്ന്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറെ, വളരെ സാധാരണ ആളുകൾ ഗ്യാസ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇനി അമേരിക്കയുടെ വിലയുമായി താരതമ്യം ചെയ്തിട്ടൊരു വീട്ടമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ട് ദയവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. ഇങ്ങനെയൊക്കെ വന്നാൽ അതിന് പ്രത്യേക സബ്സിഡി കൊടുത്തുകൊണ്ട് ജനങ്ങളെ പുറത്ത് ഭാരം വയ്ക്കാതിരിക്കാനാണ് സർക്കാരുകൾ എന്ന് പറയുന്നൊരു സംവിധാനം. അല്ലാതെ കാലാകാലങ്ങളിൽ പെട്രോളിന് വില കൂട്ടിയാൽ നമ്മൾ വില കൂട്ടും, പെട്രോളിന് വില കുറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് തരാം, ഗ്യാസിന് വില കൂട്ടിയാൽ നമ്മൾ വില കൂട്ടും, പിന്നെ പാചകവാതകത്തിന് വില കൂട്ടിയാൽ നമ്മൾ വില കൂട്ടും എന്ന് പറയുന്നിടത്ത് ഒരു സർക്കാരിൻ്റെ ആവശ്യമില്ല. സർക്കാരിൻ്റെ ചെയ്തികൾ അങ്ങനെ നമുക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരാവട്ടെ, സംസ്ഥാന സർക്കാരാകട്ടെ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാകട്ടെ, ആരായാലും ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ കൂട്ടായി ഇതിനകത്തൊരു തീരുമാനം എടുത്തേ കഴിയൂ. ഗ്യാസിൻ്റെ കാര്യത്തിൽ ഇനിയും വില കൂടുകയാണെങ്കിൽ സാധാരണക്കാരൻ ഇവിടെ ചൂട് കാരണം മനുഷ്യന് കേരളത്തിൽ ജീവിക്കാൻ വയ്യ. അതിനിടയിൽ ഉരകങ്ങളും പാമ്പുകളും അതിൻ്റെ ഒരു ഭീഷണിയും, അങ്ങനെ മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ, ഇലക്ഷൻ്റെ ചൂട്, ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു വലിയ സാഹചര്യത്തിൽ ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടി, ദോശയ്ക്കും ഇഡ്ഡലിക്കും ചായയ്ക്കും വടയ്ക്കും എല്ലാം വില കൂടി. അങ്ങനെ നട്ടം തിരിയുന്ന ആളുകളുടെ ഇടയിൽ വീണ്ടും ഗ്യാസിൻ്റെ വില കൂടി കൂട്ടിയതിന് ശേഷം ഇനിയും കച്ചവടക്കാർ വീണ്ടും വില കൂട്ടിയാൽ, ബീഫിൻ്റെയും പൊറോട്ടയുടെയും ചിക്കൻ്റെയും മട്ടൻ്റെയും സകലതിൻ്റെയും ചായയുടെയും കാഫിയുടെയും ഒക്കെ വില കൂട്ടിയാൽ മലയാളിക്ക് സഹിക്കാവുന്നതല്ല. അതുകൊണ്ട് സുരേഷ് ഗോപി സാറ് അത്തരത്തിലുള്ളൊരു ന്യായം പറഞ്ഞത് ശരിയായില്ല. വിദേശ രാജ്യങ്ങളിൽ പോയി നോക്കി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ എന്തെടുക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം, അത് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, പഞ്ചായത്തുകളെ വരെ പറയാൻ, എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഇതിനൊക്കെ പുതിയ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യാൻ സുരേഷ് ഗോപി സാർ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇതിന് പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ ഒരു തൽക്കാലത്തേക്കാണല്ലോ ഇത് വരുന്നത്. യുദ്ധം എന്ന് പറയുന്നത് നീണ്ടകാലമില്ലല്ലോ. ആ തൽക്കാലത്തേക്ക് സർക്കാരുകൾ സബ്സിഡികൾ കൊടുത്തുകൊണ്ട് ഇതിനെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് പോകണം. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ടെമ്പററി ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയാലും നമുക്ക് സഹിക്കാം. അത് 1 രൂപ 50 പൈസ ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയാലും എല്ലാവരും 1 രൂപ ഒക്കെ ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയാൽ എല്ലാവരും അത് മേടിക്കാൻ പറ്റും. പക്ഷേ അതിന് പകരം 1000 രൂപ ഒരു കുറ്റിയുടെ പുറത്ത്, ഒരു ഗ്യാസ് കുറ്റിയുടെ പുറത്ത് കൂടി, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഗ്യാസ് കുറ്റിയുടെ പുറത്ത് 100 രൂപ ഒരാളിൻ്റെ അടുത്ത് കൂടുമെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരു മാനേജ്മെൻ്റ് അല്ല, ഒരു കണ്ടിജൻസി മാനേജ്മെൻ്റ് അല്ല ഗവൺമെൻറ്റുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് ഒന്നുകിൽ ഉള്ള വരുമാനത്തിൽ നിന്ന് ഇതിന് സബ്സിഡി കൊടുക്കണം, അല്ലെങ്കിൽ അഡീഷണൽ വരുമാനത്തെക്കുറിച്ച് ആലോചിക്കണം. അല്ലാതെ ഈ കൂനിന്മേൽ കുരു പോലെ പിന്നെ പാമ്പ് കടിച്ച ആളിനെ വീണ്ടും തീ പിടിച്ചു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പിന്നെ ഗർഭിണിക്ക് വീണ്ടും മണ്ടയിൽ വീണ്ടും ഭാരം കൊടുത്തു എന്ന് പറയുന്നത് പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സർക്കാർ ചെയ്യേണ്ടുന്നത്, സുരേഷ് ഗോപി സാറൊക്കെ കണ്ടിജൻസി പ്ലാനും ഉണ്ടാവണം, 2 പ്ലാൻ ഉണ്ടാവണം. കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയോട് പറഞ്ഞ് ചെയ്യേണ്ടത് 2 പ്ലാൻ ഉണ്ടാവണം. ഒന്നൊരു കണ്ടിജൻസി പ്ലാനും ഒന്ന് ജനറൽ പ്ലാനും. ജനറൽ പ്ലാൻ അങ്ങനെ തന്നെ പോട്ടെ, പക്ഷെ കണ്ടിജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജനങ്ങളോട് മുണ്ടുമുറുക്കാനല്ല പറയേണ്ടത്,
ജനങ്ങളെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങളോട് ഇപ്പോൾ എന്ത് ചെയ്താലും അവർ പൊറുക്കും ജനാധിപത്യത്തിൽ. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. ജനങ്ങളോട് മുണ്ടുമുറുക്കാൻ പറയാതെ ജനങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചാർട്ട് എടുത്ത് നോക്കി സമാധാനപ്പെടൂ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുമ്പോൾ, ഗ്യാസ് എടുക്കാൻ നിവർത്തിയില്ലാതെ വരുമ്പോൾ, ഹോട്ടലിൽ കൊണ്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അമേരിക്കയുടെയും ജപ്പാൻ്റെയും ചൈനയുടെയും ഒക്കെ ചാർട്ട് എടുത്ത് നോക്കി ഒന്ന് മനസ്സമാധാനപ്പെടൂ എന്ന് പറയുന്നത് ഒരുതരം പരിഹസിക്കലാണ്, പരിഹാസമാണ്. സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പിൻവലിക്കണം. തീർച്ചയായിട്ടും ജനങ്ങളെ കണ്ടിജൻസി മാനേജ്മെൻറ്റ് കൊടുക്കലാണ് ഒരു ഭരണകൂടത്തിൻ്റെ കാര്യങ്ങൾ. ഇവിടെ കോവിഡ് വന്നു, നമ്മൾ എന്ത് മാന്യമായിട്ടാണ് അത് കൈകാര്യം ചെയ്തു പോയത്. ജനങ്ങൾക്ക് വലിയ ബേഡനൊന്നും വന്നില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒഴിച്ചാൽ വലിയ ബേഡനൊന്നും വന്നില്ല. വലിയ സംവിധാനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തത്. നിപ്പ വന്നു, വലിയ സംവിധാനമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പ്രളയം വന്നു, ഓരോന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ സംവിധാനങ്ങളിലേക്ക് പോകണം. ഗ്യാസിൻ്റെ ക്ഷാമത്തിൽ വലിയ സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരു കാരണവശാലും ഈ ഉത്തരം ശരിയല്ല. അങ്ങ് പറയുന്ന പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ചുറ്റി നടന്നിട്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടമ്മയ്ക്ക് ഗ്യാസ് കത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കളുടെ പ്രസ്താവന അടിമുടി പിൻവലിക്കണം. കണ്ടിജൻസി മാനേജ്മെൻറ്റിനെ കുറിച്ച് താങ്കൾ ആലോചിക്കണം. കണ്ടിജൻസി പ്ലാനും ഉണ്ടാകണം. അത് ഞാൻ പറഞ്ഞ 2 ഓപ്ഷനാണ് പറയുന്നത്. ഒന്നുകിൽ നിലവിലുള്ള തുകയിൽ നിന്ന് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണം, അല്ലെങ്കിൽ അഡീഷണലായി ടെമ്പററി പീരീഡിന് മാത്രം, തീർച്ചയായിട്ടും ദീർഘകാലത്തേക്ക് ചെയ്യരുത്, ടെമ്പററി പീരീഡ് മാത്രം CSR പൈസയോ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റ് ചെറിയ തുകയോ സംഭാവനയായി സ്വീകരിച്ചാൽ പോലും ചെയ്യാൻ പറ്റും. അങ്ങനെയായാലും സാധാരണക്കാരൻ്റെ സബ്സിഡിയുടെ മണ്ടയിൽ ഇടരുത്. ഗ്യാസ് തന്നെ തീയാണ്, പിന്നെയും കൂടുതൽ ഗ്യാസിൻ്റെ തീ കൊടുക്കരുത്.